നെക്സ്റ്റ് മൊമെന്റ് ഞാൻ മരിച്ചാലോ എന്ന് വിചാരിച്ചാണ് ജീവിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഞാൻ കുറെ കൂടെ ഓക്കെ. ലൈക്ക് നമുക്ക് നാളെ ഒരു റിഗ്രറ്റ് വരാൻ പാടില്ല. അടുത്ത മൊമെന്റിൽ ആരെങ്കിലും വന്ന് പറയുകയാണ് ലക്ഷ്മി അരമണിക്കൂറേ ഉള്ളൂ ആൻഡ് ഐ എം ഗോയിങ് ടു ടേക്ക് യുവർ സോൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഞാൻ എപ്പോഴും എന്താക്കാറില്ല, എവറി ടൈം ഞാൻ ജീവിക്കുന്നത് നെക്സ്റ്റ് മൊമെന്റ് ഞാൻ മരിച്ചു പോയാലോ എന്ന് ആലോചിച്ചിട്ടാണ്. വൈകിട്ടൊക്കെ ആകുമ്പോൾ എൻ്റെ കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ ഒരു വൃത്തികെട്ട മുഖം. അവിടെ തൊട്ട് ഞാൻ പിന്നെ വീണ്ടും അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ തന്നെ അങ്ങ് തളരും. ഏത് ഈ വൃത്തികേട് കണ്ടിട്ട് എന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങ് ബോറടിക്കുമ്പോൾ ഞാൻ വീണ്ടും എടാ എവിടെ ഉണ്ടടാ ഒന്ന് പുറത്ത് പോയാലോ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പുറത്ത് പോയി വീണ്ടും ഉഷാറാവും. പിന്നെ ആ റൂട്ടീൻ അങ്ങ് ഹാപ്പി ആയിട്ട് അങ്ങ് പോകും. ഉപദേശി കിടക്കണ്. എന്നിട്ട് അവർക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ അയ്യോ 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 എനിക്ക് തന്നെ തോന്നണം എന്നെ കാണും ഒരു വല്ലാത്തൊരു ഇതാണ് ആൾക്കാർക്കും പറ്റുന്നത്. ഞാൻ എല്ലാത്തിനെയും എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പം ഞാൻ ഭയങ്കര ഡൗൺ ആവുന്ന ദിവസങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കും. ആരെ വിളിക്കും? തീരെ തളർന്നു പോയവരെ വിളിക്കും. എന്നിട്ട് അവർക്ക് ഞാൻ മോട്ടിവേഷൻ കൊടുക്കും. തളർന്നവരെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും. അപ്പൊ ഈ പോസിറ്റീവ് അവര് കേൾക്കുമ്പോ അവരും ഉയരും, അത് കേട്ട് ഞാനും ഉയരും. ലക്ഷ്മി, ഞാൻ എത്രയോ പേരുമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, ഓരോരുത്തരായിട്ട് സംസാരിക്കുന്നുണ്ട്. പലരും പറയും ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ് വരുമ്പം അവരെ വിഷമിപ്പിക്കുന്നു. എന്തിനാണ് ആൾക്കാർ എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെയാണ് പലരും പറഞ്ഞ് ഞാൻ കേൾക്കുന്നത്. ദിസ് ഇസ് ദ വെരി ഫസ്റ്റ് ടൈം എന്റെ മുന്നിൽ ഇരിക്കുന്ന ഗസ്റ്റ് പറയാണ് എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ ആൾക്കാർ ചീത്ത പറയണു. ഞാൻ തന്നെ എന്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചീത്ത പറയണു. അപ്പോ അതൊരു വല്ലാത്തൊരു എന്താ പറയാ, ആ ഒരു തിരിച്ചറിവെന്ന് പറയുന്നത് ലക്ഷ്മിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടെന്നുള്ളത്. ഉറപ്പായിട്ടും എന്തുകൊണ്ട് ആൾക്കാർ അവിടെ നെഗറ്റീവ് കമന്റ് പറയുന്നു എന്നുള്ളതും അതുകൊണ്ട് ലക്ഷ്മിക്ക് വെരി വെൽ അണ്ടർസ്റ്റുഡ് ആണല്ലേ. അപ്പോ ഈ നെഗറ്റീവ് കമന്റ്സ് വായിക്കുമ്പോൾ ലക്ഷ്മിനെ പിന്നെ എന്തിനത് തളർത്തണം? എന്നെ താര് തളർത്തുന്നു? അല്ല, ലക്ഷ്മി തൊട്ട് മുന്നേ പറഞ്ഞു നെഗറ്റീവ് കമന്റ്സിലേക്ക്. അല്ല ആക്ച്വലി എന്തറിയോ, ലൈക്ക് ഞാൻ ലൈഫിൽ ഒരുപാട് ഡൗണിൽ പോയിട്ട്, അതായത് ഫിനാൻഷ്യലി അല്ല മെന്റലി ഞാൻ ഒരുപാട് ഡിപ്രഷനിൽ പോയിട്ട് സ്വന്തമായിട്ട് ഞാൻ തന്നെ എന്നെ പൊക്കി കൊണ്ടുവന്നതാണ്. മേ ബി എൻ്റെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഒരു മെഡിക്കേഷൻ എനിക്ക് എടുക്കേണ്ടി വരാത്തത്. എങ്കിലും ചിലപ്പോൾ എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും സൈക്കോ ആണല്ലേ എന്ന് ചിലപ്പോൾ ചോദിക്കും. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. പക്ഷേ ഞാൻ ഇന്ന് എല്ലാ കാര്യങ്ങളിലും എങ്ങനെയും പോസിറ്റീവ് കാണുന്ന ആളാണ്. അതിന് ഉള്ള ഒരു റീസൺ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു ഇൻസ്പിറേഷൻ ഈസ് ലൈക്ക് പേർലി ചേച്ചിയാണ്, പേർലി മാണി. പേർലി മാണിയുടെ ചില വീഡിയോസൊക്കെ ഞാൻ കാണുമ്പം അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു തോട്ടാണ്. പേർലി പറയുന്നുണ്ട് നിങ്ങൾ ആർക്കും വേണ്ടി തളർന്നു പോകല്ല. കാരണം ഈ ടച്ച് മീ നോട്ട്, തൊട്ടാവാടി തൊടുമ്പം ഇങ്ങനെ പാടും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പോയി ആ തൊട്ടാവാടീനെ തൊടും. നേരെ മറിച്ച് ആരും പോയിട്ട് വാഴേനെയോ ഓലേനെയോ ഒന്നും തൊടുന്നില്ല. സോ ഇറ്റ്സ് എ വെരി എന്താണ്, എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ടച്ച് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പം പലരും നമ്മളെ വാട്ടിയെടുക്കാൻ വേണ്ടി നോക്കും, നമ്മളെ തളർത്താൻ നോക്കും. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. അവർ 2 പ്രാവശ്യം നമ്മളെ തളർത്താൻ നോക്കുമ്പോൾ നമ്മൾ തളർന്നാൽ ആ സ്വിച്ച് വർക്കിംഗ് ആണ്. കുറേ പ്രാവശ്യമായിട്ട് ഇവർ ട്രൈ ചെയ്തിട്ടും തളരുന്നില്ലെങ്കിൽ പിന്നെ അവർ അടുത്ത ആളെ തളർത്താൻ അങ്ങ് പൊക്കോളും. സോ ഇതാണ് എനിക്ക് ഒരു മോട്ടിവേഷൻ. രണ്ടാമത്തത്, എല്ലാത്തിൻ്റെയും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും പോസിറ്റീവ് എടുക്കാൻ നോക്കും. അതും ശരിയോ തെറ്റോ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ വാക്കുകളെല്ലാം നമ്മുടെ സെൽസ് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഈ സെൽസിന് ആക്ച്വലി ബുദ്ധി ഇല്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നാണ് കേട്ടോ. എനിക്ക് ഇതിനകത്ത് ഒരു സയൻസും അറിയത്തില്ല. പിന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഈ സയൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു. അപ്പൊ അവർ പറയുന്നത് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ സെൽസ് കേൾക്കും. നമ്മൾ നല്ലതാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ഫുൾ ഹാപ്പിയാണ്, എവറിത്തിങ് ഇസ് ഗോയിങ് റിയലി വെൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഭയങ്കര പ്ലസന്റ് ആൻഡ് പോസിറ്റീവ് ആവും. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു മരണ വീട്ടിൽ പോവുകയോ എല്ലാം നെഗറ്റീവ്സ് പറയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ അവിടെ പോയിട്ട് ഇങ്ങനെ വാടി തളർന്നിരിക്കും. ശരിയാണ്. കാരണം എന്താണ്, നമ്മൾ കേൾക്കുന്നതെല്ലാം ഈ നെഗറ്റീവ് ആകുമ്പോൾ സെൽസ് വിചാരിക്കും എടാ എന്തോ വിഷമം നടന്നു, ഉറങ്ങിക്കിടന്നു. അപ്പം ഞാൻ എല്ലാത്തിനെയും എങ്ങനെയെങ്കിലുമൊക്കെ, ഇപ്പം ഞാൻ ഭയങ്കര ഡൗൺ ആവുന്ന ദിവസങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കും. ആരെ വിളിക്കും? തീരെ തളർന്നു പോയവരെ വിളിക്കും. എന്നിട്ട് അവർക്ക് ഞാൻ മോട്ടിവേഷൻ കൊടുക്കും. എടാ ലൈഫ് ഇതാണ്, തളർന്നവരെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും. അപ്പൊ ഈ പോസിറ്റീവ് അവര് കേൾക്കുമ്പോൾ അവരും ഉയരും,
അത് കേട്ട് ഞാനും ഉയരും. തളർന്ന് വാടിയായിരിക്കും ഞാൻ വിളിക്കുന്നത്, മനസ്സിലായോ? ഇതൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില എന്തൊക്കെ twist and turns. തന്ത്രപ്പാടുകളാണ്. അതാ ഞാൻ പറയും, ഇതിനകത്ത് എന്റെ റൂട്ട് വേറെ ആർക്കും ഫോളോ ചെയ്യാനും പറ്റത്തില്ല, ഞാൻ ആരോടും ഫോളോ ചെയ്യാനും പറയത്തില്ല. പക്ഷേ നമ്മളുടെ ബർത്ത് ടു ഡെത്ത് സംഹൗ വി ഹാവ് ടു ലിവ്. ഇതിനിടയ്ക്ക് ഞാൻ മുമ്പ് പണ്ട് പ്രേമത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് പിന്നെ ഒന്ന് പറഞ്ഞ അടുത്തതിനൊക്കെ ഇപ്പം ചാവും. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പം ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ് നമുക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ ഒരു ലൈഫ്. അപ്പം എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ എല്ലാവരും പറയുമല്ലോ, ഹോ എന്തിനു ജീവിക്കുന്ന, അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പം ഞാൻ രമ്യയ്ക്ക് ഒരു ഗിഫ്റ്റ് തരുവാണ്, രമ്യ ഈ ഗിഫ്റ്റ് എടുത്തോ. സോ യു ആർ സേ, ഓ അടിപൊളി സാധനം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അവിടെ ഒരു മാലയാണെങ്കിൽ ഉടനെ ഇടുന്നു, ആൻഡ് അടുത്ത ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ലക്ഷ്മി ഞാൻ ഈ മാല ഇട്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നെക്സ്റ്റ് ടൈം എനിക്ക് ഇതിനേക്കാളും നല്ലൊരു ഗിഫ്റ്റ് തരണമെന്ന് തോന്നും, തീർച്ചയായിട്ടും. അല്ലേ? അതേപോലെയാണ് എൻ്റെ കണക്കിലുള്ള ദൈവവും. നമുക്ക് ഈ ജീവിതം നമ്മുടെ കയ്യിലൊരു ഗിഫ്റ്റായിട്ട് തരുന്നു. സോ നമ്മൾ എത്രത്തോളം അതിനെ സെലിബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ദൈവം വിചാരിക്കും കൊടുത്തതുകൊണ്ട് തെറ്റൊന്നുമില്ല, നേരെ മറിച്ച് ഓ അങ്ങ് ചത്താ മതിയായിരുന്നു, എന്തിനിങ്ങനെ ജീവിക്കണം. അപ്പോൾ ദൈവം വിചാരിക്കും ഇത്രയും കാര്യമായിട്ട് ഉരുട്ടി ഒരു ജീവിതം കൊടുത്തിട്ട് അതിരുന്ന് 24 മണിക്കൂറും കുറ്റവും പറയുന്ന അവർക്ക് നല്ലൊരു അസുഖവും കൂടെ അങ്ങ് കൊടുക്കും. അതെന്തുകൊണ്ടാണ്? അവർക്ക് അവരുടെ ലൈഫിനെ പറ്റിയിട്ട് ഒരു ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ള ഞാൻ ഡെവലപ്പ് ചെയ്ത തോട്ടുകളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരിക്കലും നമ്മൾ നമ്മുടെ ലൈഫ് മോശമായി പോയെന്നോ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരിക്കലും കേഴ്സ് ചെയ്യാൻ പാടില്ല. വി ഷുഡ് സെലിബ്രേറ്റ്. അത് എങ്ങനെയെങ്കിലും നമ്മൾ മറ്റാരെ നോക്കിയിട്ടല്ല, നമ്മൾ തന്നെ നമ്മളെ അങ്ങ് ഇങ്ങനെ വലിയൊരു ഹാപ്പി മൊമെന്റിലോട്ട് അങ്ങ് കൊണ്ടുപോകണം. പിന്നെ മാസത്തിൽ 1-2 ദിവസം ഞാൻ ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുകയും ചെയ്യും. ആഹാ. അതുകൊണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് എ ബ്രേക്ക്. അതായത് കുറെ ദിവസം ഇങ്ങനെ പോസിറ്റീവ് മാത്രം പറഞ്ഞ് ഞാൻ തളരും. എന്നിട്ട് ഞാനിരുന്ന് ആലോചിക്കും ഞാൻ ശരിക്കും ഹാപ്പിയാണോ. അപ്പൊ എനിക്ക് തന്നെ ഒരു ഡൗട്ട് വരും. അന്നത്തെ ദിവസം പിന്നെ പല്ലും തേക്കൂല, കുളിക്കുകയില്ല, ഒന്നും ചെയ്യില്ല, ഇങ്ങനെ വീട്ടിന്റെ പുറത്തേ ഇറങ്ങത്തില്ല, ഇങ്ങനെ ഞാൻ ഇങ്ങനെ കിടക്കും. വൈകിട്ടൊക്കെ ആകുമ്പോൾ എൻ്റെ കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ ഒരു വൃത്തികെട്ട മുഖം. അവിടെ തൊട്ട് ഞാൻ പിന്നെ വീണ്ടും ഓഹ് അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ തന്നെ അങ്ങ് തളരും. ഈ വൃത്തികേട് കണ്ടിട്ട്, എന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങ് ബോറടിക്കുമ്പോൾ ഞാൻ വീണ്ടും എടാ എവിടെ ഉണ്ടടാ, ഒന്ന് പുറത്ത് പോയാലോ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പുറത്ത് പോയി വീണ്ടും ഉഷാറാവും. പിന്നെ ആ റൂട്ടീൻ അങ്ങ് ഹാപ്പി ആയിട്ട് അങ്ങ് പോവും. പിന്നെ നമ്മുടെ ചുറ്റിനും ഒരുപാട് പേരും നെഗറ്റീവാണ്, സങ്കടമുള്ളവരാ. അതുകൊണ്ട് എനിക്ക് മോട്ടിവേറ്റ് ആവാൻ എനിക്ക് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ എല്ലാ ദിവസവും രാവിലെ തൊട്ട് ഉപദേശം തുടങ്ങും. എൻ്റെ അമ്മ പറയും ഒരു ഉപദേശം കിടക്കണ്, എന്നിട്ട് അവൾക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ അയ്യോ. ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ ജീവിതം. അല്ലല്ല ലക്ഷ്മി പറയണത് ശരിക്കും ഒരു കൗൺസിലിങ്ങിന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റ് എങ്ങനെയാണോ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിൽ പോയ ഒരാളെ മാക്സിമം ലൈഫിലേക്ക് ആ ഒരു ഹാപ്പി മൂഡിലേക്ക് ഇങ്ങനെ പുള്ളി ചെയ്ത് കൊണ്ടുപോകുന്നത് വിത്ത് ആ ഒരു എനർജി ലെവലിലാണ് ലക്ഷ്മി ഇപ്പൊ പറയുന്നത് തന്നെ. അത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസാ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ഡിപ്രഷനായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ കിടന്നിട്ട് എൻ്റെ തലയുടെ മുകളിൽ ഫാൻ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ കാര്യം നമ്മൾ എപ്പോഴും ലൈഫിൽ സ്റ്റക്കാവുന്നത് 1-2 ഉത്തരം കിട്ടാത്തപ്പോഴാണ്. ഇനി എന്ത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുമ്പം നമ്മൾ അതിനെ പറ്റിയിട്ട് കുറേ ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഉത്തരം കിട്ടും. ബുക്സ് ഒന്നും ഞാൻ വായിക്കാറില്ല കേട്ടോ. അപ്പം എനിക്ക് സ്റ്റക്കായിട്ടുള്ള കുറേ ചോദ്യങ്ങൾക്ക് ഞാൻ തന്നെ അങ്ങ് ഉത്തരം കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എന്ത് കാര്യത്തിലും ഞാൻ ആ ഫോർമുല യൂസ് ചെയ്യുമ്പം ഐ വിൽ ഗെറ്റ് ആൻ ആൻസർ. മനസ്സിലായി? ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എല്ലാവരും നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നു. പല കാര്യങ്ങളും അയ്യോ ഇപ്പോഴല്ല, നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഇപ്പം വേണ്ട, നമുക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പലതും മാറ്റി വെക്കും. പക്ഷെ വി ഡോണ്ട് നോ നമ്മൾ എന്ന് മരിച്ചു പോകുന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കും, എടാ നാളെ നീ അങ്ങ് മരിച്ചു പോയാൽ, ഈ നിമിഷം നീ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പെട്ടെന്ന് ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ് 1/2 മണിക്കൂറേ ലൈഫുള്ളൂ, അത് കഴിഞ്ഞാൽ നീ മരിക്കുകയാണ്, നിനക്ക് എന്ത് വേണോ ചെയ്തോ, അത് എന്താണോ ചെയ്യേണ്ടത് നീ ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ രമ്യയോടാണ് പറയണമെങ്കിൽ ഇന്ന് ചെയ്യാൻ വെക്കാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ 1/2 മണിക്കൂറിനകത്ത് രമ്യ ചെയ്തു തീർക്കും ഇല്ലയോ? യെസ്. പക്ഷെ അപ്പം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ആക്ച്വലി മേക്ക് ഷുവർ ചെയ്യണത് ഞാൻ ഇപ്പം എൻ്റെ ലൈഫ് എന്നും നെക്സ്റ്റ് മൊമെന്റ് ഞാൻ മരിച്ചാലോ എന്ന് വിചാരിച്ചാണ് ജീവിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഞാൻ കുറെ കൂടെ ഓക്കെ. ലൈക്ക് നമുക്ക് നാളെ ഒരു റിഗ്രറ്റ് വരാൻ പാടില്ല. അടുത്ത മൊമെന്റിൽ ആരെങ്കിലും വന്ന് പറയുകയാണ് ലക്ഷ്മി 1/2 മണിക്കൂറേ ഉള്ളൂ ആൻഡ് ഐ എം ഗോയിങ് ടു ടേക്ക് യുവർ സോൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എനിക്ക് ആക്ച്വലി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഞാൻ എപ്പോഴും എന്താക്കാറില്ല, എവറി ടൈം ഞാൻ ജീവിക്കുന്നത് നെക്സ്റ്റ് മൊമെന്റ് ഞാൻ മരിച്ചു പോയാലോ എന്ന് ആലോചിച്ചിട്ടാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ എന്തല്ല, എവറി ടൈം വിൽ ബി വെരി ആക്റ്റീവ്. രമ്യ നമുക്കൊന്ന് പുറത്ത് പോയാലോ, അപ്പം ഞാൻ ലക്ഷ്മി പുറത്ത് പോയാലോ, നാളെ മരിച്ചു പോയാലോ, ഇപ്പം കിട്ടണ ഹാപ്പിനെസ് ഉള്ളൂ, ഞാൻ അങ്ങ് പോകും. ഒരു ഷോ ചെയ്യുമ്പം എൻ്റെ വിചാരം ദിസ് ഇസ് ദ ലാസ്റ്റ് ഷോ, അത് ഞാൻ ബ്ലാസ്റ്റ് ചെയ്യണം, എനിക്ക് ആ എനർജി ഫുൾ എൻ്റെ ബോഡിക്ക് കിട്ടണം, ഐ ഷുഡ് ബി ഹാപ്പി. അവിടെ മറ്റാരെയും ഞാൻ കാണുന്നില്ല. ആക്ച്വലി ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. ഇറ്റ്സ് എ താങ്ക്സ് ടു ഗോഡ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ലൈഫ്. ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മിക്ക് ഒരാളും ഹെൽപ്പ് ചെയ്ത് തന്നിട്ടില്ല ഡിപ്രഷൻ സ്റ്റേറ്റിൽ പോയപ്പം. ലക്ഷ്മിയായിട്ട് ഉണ്ടാക്കിയെടുത്ത കൺക്ലൂഷൻസും സൊല്യൂഷൻസുമാണ് ഇപ്പം ലക്ഷ്മി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ലക്ഷ്മി ഇപ്പൊ പറഞ്ഞതുമല്ല. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ കൺക്ലൂഷൻസ് ആൻഡ് സൊല്യൂഷൻസ്. അപ്പൊ ലക്ഷ്മിയുടെ ലൈഫിൽ ഇത്ര അധികം, കാരണം ചെറിയൊരു ഡിപ്രഷനിലേക്കൊന്നും പോയാൽ ആരും ഇത്രയ്ക്കൊന്നും കണ്ടുപിടിച്ചോണ്ട് വരില്ല. അപ്പൊ ലക്ഷ്മി ലൈഫിൽ എന്താണ് ഇപ്പൊ പറഞ്ഞു 2 ഡിപ്രഷനിലേക്ക് പോയത്? അല്ല, ഇതിനകത്ത് ബേസിക്കലി ലൈക്ക് വെരി ലവിങ്, എൻ്റെ ഒരു മിറർ പോലാണ് അവൻ്റെ ഒരു ലവിങ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഐ എം സോ ഹാപ്പി. എൻ്റെ ഒരു ഫോർച്യൂൺ ആയിട്ടാണ് ഞാൻ എൻ്റെ മോനെ, എനിക്ക് മോൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര, അവൻ എന്നെ വിളിക്കുന്നത് അബ്ബ എന്നാണ്. ആൻഡ് ഞാൻ അതും പറഞ്ഞിട്ടുണ്ട് പണ്ട് ബിഗ് ബോസിലുള്ളപ്പം, ഈ അബ്ബ എന്നുള്ള സാധനം ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പം ഇവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിരുന്ന് ആലോചിക്കും, എന്ത് വിളിപ്പിക്കും, അമ്മ, ഉഫ് അമ്മ, അമ്മ, എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല. മമ്മ, മമ്മി, മമ്മു, ഇങ്ങനെ കുറേ ഞാൻ ആലോചിച്ചു. പക്ഷെ എൻ്റെ മോൻ എന്നെ വിളിച്ചു തുടങ്ങുന്നത് അബ്ബ അബ്ബ. ഈ അബ്ബ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ എനിക്ക് ആ ഫീല് കിട്ടുന്നത് ആ വാക്കിലാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഞാൻ ഒമാനിൽ പോയപ്പോഴാണ് ഒരു അറബിയായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ആളുടെ അച്ഛൻ അബ്ബ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛൻ എന്നതാണ് അബ്ബ, ഫാദറിനെയാണ് അബ്ബ എന്ന് വിളിക്കുന്നത്. എൻ്റെ മോൻ്റെ ലൈഫിൽ ഫാദറാണ് ഞാൻ, ഒരു മദർ. അവൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്, അവൻ്റെ അച്ഛൻ്റെ റോളാണ് ഞാൻ ചെയ്തത്. പക്ഷെ ആ ഇച്ചിരി ഇല്ലാത്ത കൊച്ചത് ആ പ്രായത്തിലെ അത് ഹീ സംഹൗ കൺവേഡ് ഇൻ ദ സെയിം വേ. അത് ഭയങ്കര അത്ഭുതമാണ്. അവരെന്നെ അബ്ബ എന്ന് വിളിക്കുമ്പം എനിക്ക് ആ ഫീലിങ്സും ഉണ്ട്. അങ്ങനത്തെ പിന്നെ എല്ലാവർക്കും ഒരു എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും ഒരു ഹോപ്പിൻ്റെ ഒരു സിമ്പൽ. എൻ്റെ മോനാണ് ആക്ച്വലി ആ ഒരു കാര്യത്തിൽ. ഐ എം സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ഹീ സച്ച് എ വെരി അണ്ടർസ്റ്റാൻഡിങ് ബോയ്. മോൻ പാടൂ? ഇപ്പൊ ഞാൻ മോനെ ഇടയ്ക്ക് ഞാനൊന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചായിരുന്നു. ഹീസ് ഹാവിങ് ദാറ്റ് സ്കിൽ. പിന്നെ ഇപ്പൊ ഞാൻ വയലിനും പാട്ടും പഠിപ്പിക്കുന്നുണ്ട്. വേറൊരു ടീച്ചർ വന്ന് പഠിപ്പിക്കും. ഞാൻ എപ്പോഴും വീട്ടിൽ കാണാറില്ലല്ലോ. അങ്ങനെയാണ്. അപ്പം അവന് ടാലന്റ് ഉണ്ട് കേട്ടോ. ഹീസ് വെരി ടാലന്റഡ്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ കുറെ പാരന്റിങ് ടെക്നിക്സ് ഒക്കെ ഞാൻ അവൻ്റെ അടുത്താണ് പരീക്ഷിച്ചൊക്കെ നോക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിള്ളേർ എങ്ങനെ വരും. എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള പാരന്റിങ് ഇഷ്യൂസ് ഒക്കെ വരാണ്ട് ഞാൻ കുറേയൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി അവരുടെ സ്കൂളിലെ മറ്റു പിള്ളേരുടെയൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരും. പക്ഷെ ഞാൻ കുറേ പരീക്ഷണങ്ങൾ നടത്തിയ കൊച്ചാണത്. പക്ഷെ അതൊക്കെ കുറേയൊക്കെ വർക്കൗട്ട് ആവും കേട്ടോ. അങ്ങനെ ബട്ട് നല്ല ടാലന്റഡ് ആണ്. അവൻ ജസ്റ്റ് ഒന്നിങ്ങനെ പെന്നിങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു എസ് പോലെയൊക്കെ ഇങ്ങനെ മറിഞ്ഞൊക്കെ പണ്ട് വീഴുമ്പോഴേ ഞാനും അമ്മയും കൂടെ ഓഹ് എന്തൊരു ഭംഗി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ക്ലാപ്പൊക്കെ ചെയ്ത് ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. ഓവർ പ്രോത്സാഹനമായിരുന്നു. അത് കാരണം ഇപ്പം നന്നായിട്ട് അവൻ വരയ്ക്കും. അത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണോ വരയ്ക്കുന്നത് അതോ അതിന് കഴിവുണ്ടായിരുന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നമ്മളെല്ലാത്തിനും ഒരിക്കലും അവനെ തളർത്തിയിട്ടില്ല. എല്ലാ കാര്യത്തിനും നമ്മൾ മാക്സിമം പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ നന്നായിട്ട് വരയ്ക്കും. പിന്നെ അത്യാവശ്യം നല്ല ബുദ്ധിയൊക്കെ ഉള്ള കൊച്ചാണ്. പിന്നെ എല്ലാം നമുക്ക് ഇന്ന് വരെ ഉള്ളതല്ലേ അറിയത്തുള്ളൂ. നാളത്തെ ഒന്നും ഇതുവരെ ഉള്ളതെല്ലാം ഓക്കെയാ. ദൈവാനുഗ്രഹിച്ച് എല്ലാം അതേപോലെ ടച്ച് വിടാലോ നല്ല ഓക്കെ ആയിട്ട് പോണു. അതെ. അപ്പൊ ഇങ്ങനെ മോനും ഒക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ലക്ഷ്മി പോവുകയാണ്. കല്ലി വലി നെഗറ്റീവ് കമന്റ്സ് ഇതൊന്നും ബോധേഡല്ല. ലൈഫിൽ സ്വന്തമായിട്ടുള്ള കുറെ സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്ത് ആ ഫോർമുലയിലൂടെ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മിയുടെ മുന്നിൽ കാണുന്നത് എന്തൊക്കെയാണ് ഫ്യൂച്ചറിലേക്ക് ഇനി ഗെയിൻ ചെയ്യണം എല്ലാം. അറ്റ് പ്രസന്റ് ലിവ് ചെയ്യണ ഒരാളാണ്. ബട്ട് സ്റ്റിൽ അങ്ങനെയാണെ പോലും നമുക്ക് കുറച്ച് ഡ്രീംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം അല്ലേ? ഡ്രീംസ് എനിക്ക് എൻ്റെ ഡ്രീംസ് പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് ആക്ച്വലി ഡ്രീം കാണാൻ പോലും അറിയത്തില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം. കാരണം നമ്മൾ പറയില്ലേ നമ്മൾ ഡ്രീം ചെയ്യണം. അതെ.
ആൻഡ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ഡ്രീം ചെയ്താൽ നടക്കുകയും ചെയ്യും. പക്ഷെ എനിക്ക് ഡ്രീം കാണാൻ അറിയത്തില്ല. അതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് ഫ്യൂച്ചർ ഡ്രീം ചെയ്യാൻ അറിയത്തില്ല. കാരണം ഒരു കാര്യം ഡ്രീം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ദൈവം വേറെ എന്തെങ്കിലുമാണ് എനിക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നെങ്കിലോ, ഞാൻ ഇനി ഡിസ്റ്റർബ് ചെയ്യണ്ട. സോ വാട്ട് എവർ ഹി ഡിസൈഡ്സ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ ലൈക്ക് ദാറ്റ് എന്ന് വിചാരിക്കും. അല്ലാണ്ട് ഞാൻ ഒരു കാര്യവും ആവശ്യപ്പെടാറേ ഇല്ല. അതും എൻ്റെ ഒരു സൊല്യൂഷനാണ് കേട്ടോ. ഞാനിപ്പോൾ പറയും, ഇപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട്, ഇത് എൻ്റെയാണ് കേട്ടോ, ഇതും ഒരു അമ്പലത്തിൻ്റെ പറ്റിയിട്ട് ഒന്നുമല്ല, എൻ്റെ മാത്രം. ആക്ച്വലി നമ്മളൊക്കെ ഇങ്ങനെ ഒരു 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 മാല കാണാതെ പോയാലോ, അല്ലെങ്കിൽ എല്ലാത്തിനും നേർച്ചയിടും. അയ്യോ ആ മാല കിട്ടിയിരുന്നെങ്കിൽ 10 തേങ്ങ അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും. അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ചുമ്മാ ഒരു തോന്നലാണ്. എൻ്റെ തോന്നലില് നമ്മളിങ്ങനെ ദൈവത്തിനോട് പറയും, ദൈവമേ അയ്യോ എൻ്റെ മാല, അത് ഒരു 1,00,000 രൂപയുടെ മാലയോ 2,00,000 രൂപയുടെ മാലയോ ആയിക്കോട്ടെ. ചിലപ്പോൾ ആ മാല ദൈവം മാറ്റി വെക്കുന്നത് എനിക്കൊരു 5 കോടി രൂപ കൊണ്ട് തരാനായിരിക്കും. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവം വിചാരിക്കും എന്നാൽ പോട്ട്, ഇവള് 2,00,000 കൊണ്ട് പോട്ടെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ പലതും ദൈവത്തിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിലോട്ട് പോവുകയും ദൈവത്തിൻ്റെ ബെറ്റർ പ്ലാൻ സ്പോയിൽ ആകപ്പെടും എന്നാണ് എൻ്റെ ഒരു തോട്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഓൾവേസ് ബി വിത്ത് മീ. അതല്ലാണ്ട് ഞാൻ ഒരു കാര്യം പക്ഷെ എന്തെങ്കിലും അറിയാണ്ട് വല്ലോ ഞാൻ ആഗ്രഹിച്ചാൽ അത് നടക്കുകയും ചെയ്യും. പക്ഷെ എനിക്ക് ആഗ്രഹിക്കാൻ അറിയത്തില്ല. അതാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക, എനിക്കങ്ങനെ ഒന്നും ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ ദുഃഖിതരാവുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ എത്തിയില്ലെങ്കിൽ നമുക്ക് ലോസ്റ്റ് ഫീലിംഗ് ആണ്. പക്ഷെ എൻ്റെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും, ഇപ്പം റീസെൻ്റ്ലി എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ ഡോക്ടറെ അടുത്തൊന്നും പോയില്ല, അല്ലാണ്ട് തന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറയണ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ ഒരു ദിവസം നോക്കിയപ്പം ആർത്രൈറ്റിസിൻ്റെ എന്തോ ഒരു ആണോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട്. അപ്പം 5 മണിക്ക് ഞാൻ മറ്റേ റിസൾട്ട് എടുത്ത് നോക്കുന്നു. അപ്പം ഞാൻ സ്വന്തമായിട്ടൊക്കെ തീരുമാനിച്ചു ഇത് ആർത്രൈറ്റിസ് ആണെന്ന്. ഞാൻ ഉടനെ എൻ്റെ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഇത് പോസിറ്റീവ് ആണെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പം അമ്മയും തകർന്നു. എന്നിട്ട് ഞാൻ റൂമിൽ വന്നിങ്ങനെ കിടന്നു. ആർത്രൈറ്റിസ് ഇങ്ങനെയൊക്കെ വെച്ച് ഞാനിനി എന്തിനു ജീവിക്കണം, മരിച്ചു കളയാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു 1.5 സെക്കൻഡ് ഞാൻ ആലോചിച്ചു എന്തിനു മരിക്കണം. അപ്പൊ ആർത്രൈറ്റിസ് ഇങ്ങനെയൊക്കെ ആവുന്നതിന് മുമ്പ് മാക്സിമം അടിച്ചു പൊളിക്കണം. ഞാൻ 2 ദിവസം മുമ്പ് പിണങ്ങി ആളെയൊക്കെ വിളിച്ചിട്ട് ഹലോ എന്തുണ്ട് വിശേഷം, കാരണം നമ്മൾ പെട്ടെന്ന് അസുഖമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റില്ലല്ലോ. അപ്പം ഞാൻ പേടിച്ചോണ്ടില്ല അമ്മ ഇനി അടിച്ചു പൊളിച്ച് ചെയ്യിക്കണം. അങ്ങനെ എല്ലാത്തിലും എന്താണ് ഞാൻ അങ്ങ് പോസിറ്റീവ് എടുക്കും. ഇതിനിടയ്ക്ക് അതുപോലെ ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ ഒരു ടെസ്റ്റ് ഡോക്ടർ പറഞ്ഞ് നമുക്കത് ക്യാൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരാഴ്ച വെയിറ്റ് ചെയ്യണം റിസൾട്ട് വരാം. ഈ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ചിന്തിക്കുന്ന ഒരാഴ്ചയായിരിക്കും റിസൾട്ടൊക്കെ വരാൻ വേണ്ടി ഞാനിങ്ങനെ. അപ്പം ഞാനിങ്ങനെ എല്ലാവരും ഫ്രണ്ട്സൊക്കെ വിളിച്ച് എടാ നീ ടെൻഷനൊന്നും അടിക്കണ്ട. അപ്പം എൻ്റെ മനസ്സിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ആകരുതേ എന്ന് പ്രാർത്ഥിക്കണോ ആകണമെന്ന് പ്രാർത്ഥിക്കണോ. കാരണം അതെന്താ അങ്ങനെ പറയാന്ന് വെച്ചാൽ ഇപ്പം ക്യാൻസർ ആകരുതേ എന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ എൻ്റെ ഡൗട്ട് ദൈവം വിചാരിക്കുന്നത് ഒരു ചെറിയ ക്യാൻസറിൽ അങ്ങ് തീരുന്ന പ്രശ്നം. മറ്റേത് ചിലപ്പം പാരലൈസ്ഡ് ആയിട്ട് വെജിറ്റേറിയൻ സ്ട്രേറ്റ് കിടക്കാനാണെങ്കിലോ തളർന്നങ്ങ് വർഷങ്ങളോളം കോമയിൽ കിടക്കാൻ ഉള്ളത് ചിലപ്പോൾ ദൈവം വിചാരിക്കുന്ന ഒരു ചെറിയ ക്യാൻസറിൽ അങ്ങ് പൊക്കോട്ടെ. ഏതാണ് വലുത്, കോമയിൽ കിടക്കണോ ക്യാൻസർ വരണോ? അപ്പൊ ക്യാൻസർ വേണ്ടാന്ന് പ്രാർത്ഥിക്കണോ അതോ ക്യാൻസർ ആകണോ എന്ന് പ്രാർത്ഥിക്കണോ? ഞാനൊന്ന് തീരുമാനിച്ചു എന്ത് വന്നാലും കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ അവിടെ പോസിറ്റീവ് ആയ ഇപ്പൊ ക്യാൻസർ ആയിരുന്നെന്ന് പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് കോമയെ കിടത്താതെ ചിലപ്പം രക്ഷപ്പെടുത്തിയതായിരിക്കും. മനസ്സിലായ? അപ്പൊ എല്ലാത്തിലും എനിക്ക് ആ പോസിറ്റീവ് കാണാനുള്ള ഒരു കപ്പാസിറ്റി ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതെന്റെ കഴിവാണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നവും. എല്ലാവരിലും പോസിറ്റീവ് കാണും. അപ്പൊ ചതിക്കാൻ വരുന്നവരിൽ വരെ ഞാൻ അവരെ കൂടെ നിർത്തും. കാരണം പാവം അവര് സത്യം പറഞ്ഞില്ലേ. മനസ്സിലാവും. അതുകൊണ്ട് പ്രശ്നം. പക്ഷെ ഇതെന്റെ ഒരു ലൈഫിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോവാനുള്ള ഒരു റീസൺ. ഞാൻ അതാണ് ഏറ്റവും വലിയ നമ്മളൊക്കെ പേടിക്കുന്ന ഒരു അസുഖമാണത്. പക്ഷെ പിന്നെ ഞാൻ തന്നെ ചിന്തിക്കുന്നത് നമ്മള് ഹാപ്പി ആണെങ്കിലും ഈ നെഗറ്റീവ്സ് കണ്ട് നമ്മളിങ്ങനെ വിഷമിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, ടെൻഷൻ അടിക്കുന്നവരുണ്ട്. അവരൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ എത്രത്തോളം ഭാരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സോളിന് പുറത്ത് പോകാനേ തോന്നുള്ളൂ, ഈ ശരീരത്തിൽ കിടന്ന് കഷ്ടപ്പെടുക. അപ്പം ഞാൻ അതിനെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു കുപ്പി, ആ കുപ്പിക്കകത്തുള്ള വെള്ളമാണ് നമ്മുടെ സോള്.
അപ്പം നമ്മളിങ്ങനെ ഓവർ ടെൻഷനൊക്കെ കൊണ്ട് ഇതിങ്ങനെ വേവിച്ച് ഇത് നീരാവിയായിട്ട് അങ്ങ് പോവും. അതായത് മനസ്സിലായി ആ ഒരു. അപ്പം നമ്മൾ അങ്ങനെ ടെൻഷൻ കൊടുക്കരുത്. നേരെ മറിച്ച് നമ്മളിങ്ങനെ ചത്ത പോലെ നിൽക്കുകയാണെങ്കിൽ, ഒരു തണുത്ത അവസ്ഥയാണെങ്കിൽ അത് ഫ്രീസായിട്ട് ഒരു അനക്കവും ഇല്ലാണ്ട് ഒരു എന്തിനും അങ്ങിരിക്കും. നേരെ മറിച്ച് നമ്മൾ നല്ല എപ്പോഴും അതിനെ കൂളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം ഒരിക്കലും പുറത്തു പോകാൻ ആഗ്രഹിക്കില്ല, അറ്റ്ലീസ്റ്റ്. സോ ഞാൻ പറയണ നമ്മുടെ സോളിന് എപ്പോഴും എനിക്ക് ഈ ബോഡി മതി, എനിക്ക് എൻ്റെ ലക്ഷ്മി മാത്രം മതി, എനിക്ക് പോകാൻ താല്പര്യം എന്ന് പറയിപ്പിക്കണം. നമ്മൾ ആരും നമ്മുടെ സോളിന്റെ ഹാപ്പിനെസ് നോക്കത്തില്ല, അപ്പുറത്തെ വീട്ടിലുള്ളവരുടെ ഹാപ്പിനെസ്സേ നോക്കുള്ളൂ. അപ്പം നമ്മുടെ സോൾ പറയും ഇന്നും അവൾ അവനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ആ സോള് കിടന്ന് വിമ്പിഷ്ടപ്പെടുന്നുണ്ടാവും, അവസാനം ഇറങ്ങി അങ്ങ് പോവും. ആർക്ക് നഷ്ടം? ഈ ബോഡിക്ക് നഷ്ടം. ഇതും പ്രാന്തായിട്ട് വിടും. പക്ഷെ ഇതൊക്കെയാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് ഞാൻ ഒത്തിരി വിഷമിച്ച ഉടനെ ഞാൻ അങ്ങ് ഇതൊക്കെ, പക്ഷെ ഇതൊക്കെ പോസിറ്റീവ് അല്ലേ? നിങ്ങൾക്കൊരു ഒരു മോട്ടിവേഷൻ കിട്ടില്ലേ? നമുക്ക് വലിയ കോൺസെപ്റ്റ് ഒന്നും വേണ്ട, കുപ്പിയും വെള്ളമൊക്കെ മതി, അതിലൊക്കെ ജീവിക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ ആക്ച്വലി എപ്പോഴും ഞാൻ ചോദിക്കും, സോൾ യു ആർ ഹാപ്പി? എന്റെ സോൾ ഹാപ്പിയാണ്. കാരണം കുറെ മന്ത്രബുദ്ധി തരും. അത് കേട്ടിട്ട് ഞാൻ തന്നെ ചിരിച്ച് കുറച്ചേരം റെസ്റ്റ് എടുത്ത് കരയുന്നു, പിന്നെ വിഷമിച്ചിരിക്കുന്നു. അതും എനിക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ്, ടെൻഷൻ വന്നാൽ അപ്പോഴേ ഉറങ്ങിപ്പോവും. അത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് അല്ലേ? അപ്പൊ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഉറങ്ങി അങ്ങ്, പിന്നെ എന്റെ നെഞ്ചെടുപ്പിൽ ഞാൻ തന്നെ താരാട്ട് പോലും കുലുങ്ങി അങ്ങ് ഞാൻ ഉറങ്ങും. പിന്നെ എണീക്കുമ്പോ ഫ്രഷ് ആയി. മനസ്സിലായി? അങ്ങനെ കുറെ ബ്ലെസ്സിങ്സും ഉണ്ട് കേട്ടോ. സോ നമ്മൾ ഈ ബ്ലെസ്സിങ്സ് ഒക്കെ തിരിച്ചറിയണം. എനിക്ക് വേറെ ഒരു പണി ഇല്ലാത്തതുകൊണ്ട് പാടുക, ഇതുപോലെ ഇരുന്ന് ആലോചിക്കുക. അങ്ങനെ ഇടയ്ക്ക് ഞാൻ ഏതൊക്കെ ഫിലോസഫി അല്ല സൈക്കോളജി ബുക്കൊക്കെ എടുത്ത് 2-3 പേജൊക്കെ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇതല്ലേ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി എന്തിനു ഇത് വായിക്കണം? അപ്പൊ ഞാൻ ഒരിക്കലും കുറെ കാലം കഴിയുമ്പോൾ ലക്ഷ്മി സൈക്കോളജി ബുക്കൊക്കെ പിന്നെ അതിരുന്ന് എഴുതാൻ വരെ മടിയായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു പുസ്തകം വരുന്നില്ല. അല്ലാതെ ഞാൻ നോക്കുമ്പോ ഞാൻ ചിന്തിച്ച കാര്യങ്ങളൊക്കെയാ. അപ്പം എനിക്ക് മനസ്സിലായി എവിടേക്കോ ചിലപ്പോ പഴയ ആത്മാവൊക്കെ വല്ലപ്പോ സൈക്കോളജി ഡോക്ടർ ആയിരിക്കും. ഇത്രയധികം വെറൈറ്റി ആയിട്ട് ലൈഫിനെ കാണുകയും അതിന് ലൈഫിനെ അപ്രോച്ച് ചെയ്യുകയും ചെയ്യുന്ന ലക്ഷ്മി ജയൻ. ലക്ഷ്മി August 23 ഇവിടെ ഉണ്ടാവോ? ഫ്രീ ആണോ? പ്രോഗ്രാം എല്ലാം ഉണ്ടോ? ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ഔട്ട് ഓഫ് ദ കൺട്രി. പ്രോഗ്രാം എന്നെ ഏറെ കേട്ടുന്നത് അല്ല, അന്ന് എറണാകുളത്ത് ഭയങ്കര വലിയൊരു പരിപാടി, ഉത്സവല്ലേ? ഉത്സവത്തിനൊന്നും വരുന്നില്ലേ? ഇല്ല. ഏതാ? അയ്യോ, അറിഞ്ഞില്ലേ? August 23 വലിയൊരു ഉത്സവം എറണാകുളത്ത് നടക്കാൻ പോവാണ്. അതിന്റെ ഒക്കെ ഒരു ഭാഗമാകണ്ടേ? എന്താ ഉത്സവം? നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നടത്തുന്ന ബൈറ്റ് ഹോംസ് ഫോർ ഉത്സവം എന്ന് പറഞ്ഞ ഫുൾ ആട്ടവും പാട്ടും ഈ പറയുന്ന പോലെ ഫുൾ ഓൺ എനർജിയും അങ്ങനെ ഫുൾ രസമാണ് അവിടെ. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവണ്ടേ? August 23 ആണ് പ്രോഗ്രാം. ഞാൻ പറന്നെത്തണം. എവിടെ? ഏത് ലോകത്താ? അയ്യോ, ഞാൻ ഇസ്രായേലിലേക്ക് പോവുകയാണ്. എവിടെയാണ്? ഇസ്രായേലിലേക്ക്? എനിക്ക് 22 ഇസ്രായേലിലാണ് ഷോ. ആണോ? അവിടെ നിന്ന് എങ്ങനെ എപ്പോ പുറപ്പെട്ടാലും ഇവിടെ 23 എത്താൻ പറ്റുമോ? Oh, sorry, you people will miss me. And miss my madness. Yes, we will miss you for sure. അപ്പം അപ്പൂസ് പറയണ എന്താന്നറിയോ? ആ സമയത്ത് എന്തായാലും ലക്ഷ്മി എയറിലായിരിക്കുന്നത്. അപ്പൊ എയറിൽ കൂടെ പെട്ടെന്ന് യാത്ര ചെയ്തെങ്കിൽ എത്താം. ഞാൻ സാധാരണ ഇത്രയും ചളികളെല്ലാം ആസ്വദിക്കുന്നതാണ്, പക്ഷെ അപ്പൂൻ്റെത് വളരെ വേണ്ട അടുപ്പിക്കുന്നില്ല, പറപ്പിച്ച് വിട്ടെന്ന്. എന്തായാലും 24-ലെയും 2024-ലെയും 2025-ലെയും വൈറലായി കുറെ താരങ്ങളെല്ലാം എന്തായാലും അന്ന് അവിടെ ഉത്സവം ആഘോഷമാക്കാനായിട്ട് അവിടെ ഉണ്ടാവും എന്നാണ് അപ്പൂസ് പറയുന്നത്. അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ഞങ്ങൾ ഷുവറായിട്ട് മിസ് ചെയ്യും. എനിവേ, പക്ഷേ ഈ ഷോ നല്ലൊരു വിജയമാകട്ടെ, ഒരുപാട് പേരിലേക്ക് പോസിറ്റീവ് ആൻഡ് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യട്ടെ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ലക്ഷ്മിയെ കുറിച്ച് അറിഞ്ഞപ്പോഴും എന്താ പറയാ, ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോഴും ഉണ്ടായിരുന്ന ഒരു ഇതേ അല്ല എനിക്കിപ്പോ ഞാനും അതെ അല്ല അത് എനിക്ക് തന്നെ തോന്നുന്നു, എന്നെ കാണും ഒരു വല്ലാത്തൊരു ഇതാണ് ആൾക്കാർക്കും പറ്റുന്നത്. ആ ഒരു ലൈനോടുകൂടി ഞങ്ങൾ ഇന്നത്തേക്ക് ബൈ ബൈ. താങ്ക് യു ലക്ഷ്മി ആൻഡ് വിഷിംഗ് യു all the best. ഇനിയും എല്ലാ സക്സസും ലൈഫിൽ ഉണ്ടാവട്ടെ. കീപ് ഗോയിങ് വിത്ത് ഓൾ യുവർ ഫോർമുല, ഓരോ സ്പെഷ്യൽ സൊല്യൂഷൻസ് ആൻഡ് എവറിത്തിങ്. എനിവേ, ഈ ഒരു ഫോർമുലയും കാര്യങ്ങളും എല്ലാം ലക്ഷ്മിനെ ഹാപ്പി ആക്കുന്നതേ ഉള്ളൂ, ഓൾ ദി മോർ ആക്റ്റീവ് ആക്കുന്നതേ ഉള്ളൂ. സോ താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച്.